സംഭവം അധ്യായം 1 ആ ഒരു സിനിമ കണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയുടെ റിവ്യൂ അല്ല ഇത്. യൂഷ്വലി ഞാനങ്ങനെ റിവ്യൂ ഇടുന്ന കൂട്ടത്തിലല്ല. എനിക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. എനിക്ക് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എനിക്ക് ഇങ്ങനത്തെ ത്രില്ലർ, മിസ്റ്ററി സാധനങ്ങളൊക്കെ, പിന്നെ അതിനൊരു ഒരു 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 സാധനം കൂടെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. ഒരു കുഞ്ഞൊരു സ്പോയിലർ സെറ്റപ്പാണ്, അത് പറയുന്നില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ത്രില്ലർ സിനിമകൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 2026 തുടങ്ങി കുറച്ച് സിനിമകളെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആയിട്ടുണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്, അത് എടുത്ത് പറയണം. പക്ഷേ എനിക്ക് അവരോടെല്ലാം ഒരു കാര്യം പറയാനുള്ളത് ഞാൻ പറയാം. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജിത്തു സതീശൻ. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. മാൻ, നിങ്ങൾ ഈ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ തന്നെ കുറച്ച് പാർട്ടുകളൊക്കെ വരാനുണ്ട്. സോ അത് നിങ്ങൾ വേറൊരു സംഭവമായിട്ട് കൊണ്ടുവരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കിഡ് വർക്കാണ്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് സിനിമയാണ്, ഒരു ഡെബ്യൂ, ഒരു തിയേറ്ററിക്കൽ ഫസ്റ്റ് സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളുടെ പേരൂടെ പറയണം, ഇതിൻ്റെ എഡിറ്റർ. അദ്ദേഹം എൻ്റെ ഒരു ഗുരുനാഥനാണ്, അർജുൻ പ്രകാശ്. അദ്ദേഹം എന്നെ ഫിലിം എഡിറ്റിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൻ കൺഗ്രാജുലേഷൻസ്, ഐ എം ഹാപ്പി ഫോർ യു. എന്താ പറയുക, എനിക്കറിയാവുന്ന വളരെ കുറച്ച് ആളുകളെ സിനിമയിൽ അങ്ങനെ എനിക്ക് പറയാത്തക്ക അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് പറയാം, എനിക്ക് അർജുൻ പ്രകാശിനെ അറിയാം. അദ്ദേഹം ഒരു ഫിലിം എഡിറ്ററാണ്, അദ്ദേഹത്തിനെ അറിയാവുന്ന എനിക്ക് 100% പറയാൻ പറ്റുന്നുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് മാൻ ആൻഡ് കൺഗ്രാറ്റ്സ്. കിടിലം വർക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ, ഇതിൻ്റെ ബാക്കി എല്ലാവരും, ഇതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഗോഡ്വിൻ, അദ്ദേഹം ഈ ഷോർട്ട് ഫിലിമിന് തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തത് തന്നെയാണ്. ആ ഒരു ടീം, ആ ഷോർട്ട് ഫിലിമിൻ്റെ ആ ഒരു ടീമിൻ്റെ ഒരു എൻട്രി ആയിരുന്നു. അത് ഒരു കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ട് തന്നെ വാവളിച്ചിരുന്നുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ആ ഒരു സിനിമയായിട്ട് കണ്ടപ്പോഴും ആ ഒരു ത്രില്ല് തരുന്നുണ്ട്. സോ എൻ്റെ ടീമിനൊരു ഹാറ്റ്സ് ഓഫ്. പക്ഷേ ഒരാളുടെ പേര് എനിക്ക് എടുത്തു പറയണം. ഇത് വായിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ വിഷ്ണു ഗോവിന്ദ്. വിഷ്ണു ഗോവിന്ദ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വേറെ ലെവൽ ഓഡിയോഗ്രാഫി എന്ന് പറയുന്നതിനെ ഒരു വേറെ ലെവലിലോട്ട് പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ടുണ്ട്. കിഡു വർക്ക് എന്ന് വെച്ചാൽ കിഡു വർക്ക്, അത് എടുത്തു പറയണം. ബാക്കിയുള്ള എല്ലാ അതിൻ്റെ ടെക്നിക്കൽ ടീം ആയിക്കോട്ടെ, എൻ്റെ കാസ്റ്റ് ആയിക്കോട്ടെ, ഞാൻ കാസ്റ്റിൻ്റെ ഒന്നും ഡീറ്റെയിലി പറയുന്നില്ല. അതുപോലെ എല്ലാവരുടെയും ഒരു കിടിലം വർക്കാണ്. നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഒരുപാട് സിനിമകളൊന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല, എന്നാൽ പോലും ഇത് ഇറങ്ങിയൊരു ടൈം എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇനിയും വരാൻ പോകുന്നത് ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു സമയമായിട്ടായിരിക്കും അവരിപ്പോൾ റിലീസ് ചെയ്യാൻ തോന്നുന്നു. ഇതൊരു റോങ് ടൈമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ടെക്നിക്കലായ ഇതിൻ്റെ ടീം കാണുമെന്ന് എനിക്കറിയില്ല. അർജുൻ ബ്രോയ്ക്ക് ഞാൻ ഇത് പേഴ്സണലി അയച്ചു കൊടുക്കും. പറയാനുണ്ട്, ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്യേണ്ടതായിരുന്നു. മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ ഒരു പടം എസ്പെഷ്യലി മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നി. ഒരു നല്ലൊരു വർക്ക് നിങ്ങളുടെ തന്നെ ഒരു വേർഡ് ഓഫ് മൗത്ത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് കുറച്ചുകൂടെ ഒരു മാർക്കറ്റിംഗ് അത്യാവശ്യമായിരുന്നു. ഈ ഒരു സിനിമ ഒരുപാട് ആളുകളിലേക്ക് എത്തണം. അങ്ങനെ അറ്റൻഷൻ കിട്ടേണ്ട ഒരു പ്രോഡക്റ്റാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഇവിടെ ഒരു മോശമായ പ്രോഡക്റ്റുകൾ വരെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ നിങ്ങളുടെ ഒരു കിടിലം വർക്ക് ഇരുന്നിട്ട് നിങ്ങളതൊരു പരിധിക്കപ്പുറത്തോട്ട് മാർക്കറ്റ് ചെയ്തില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇതൊക്കെ അറിയുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഓഡിയൻസ് ഇത് കാണുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് തിയേറ്റർ OTT വരുമ്പോൾ കാണാവുന്നൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. സോ ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. സോ എൻ്റെ ടീമിന് ഹാറ്റ്സ് ഓഫ്. കിടിലം വർക്ക്. നിങ്ങളുടെ ഒരു വരവ്, ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട്, യൂഷ്വലി എല്ലാവരും ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നത് സിനിമയിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ കിടിലനായിട്ടൊരു വർക്കാണ് നിങ്ങളിപ്പോൾ തന്നിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് എല്ലാവർക്കും ഒരിക്കൽ കൂടി. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഈ സിനിമ ഒരു വലിയൊരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഡിസേർവ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒരു നോർമൽ സിനിമ അല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത്, വേറെ ലെവൽ പടമാണ്. സോ എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ, ഹാറ്റ്സ് ഓഫ് വൺസ് അഗെയിൻ. സോ നിങ്ങൾ ഓഡിയൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക.